വക്കീലെ, മുമ്പൊരു തവണ നമ്മൾ ഈ വിൽപ്പത്രം എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. വിൽപ്പത്രം എഴുതാതെ ഒരാൾ മരിച്ചുപോയാൽ, ഇവിടെ പ്രോപ്പർട്ടി മറ്റ് സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാൾ മരിച്ചുപോയാൽ വിൽപ്പത്രം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ? ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടി വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിവിടെ ധാരാളം പ്രോപ്പർട്ടീസ്, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ്, അതല്ലെങ്കിൽ വെഹിക്കിൾസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. മരണപ്പെട്ടു പോയ അവരുടെ അവകാശികൾ തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുകയാണ്. ഇതെനിക്ക് വേണം, ഇത് ഈ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ. അപ്പോൾ അത്തരമൊരു കോംപ്ലക്സിറ്റീസൊക്കെ ഒഴിവാക്കുക. പിന്നെ പല അവകാശികളും മറ്റുള്ള രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വരേണ്ടതായൊരു ബുദ്ധിമുട്ട്, അതിന് ശേഷം അവരെല്ലാം ഒരു ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് ബുദ്ധിമുട്ട്, അത്തരം വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കുന്നതിന് മരണപത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലത്തെ അല്ലായിരിക്കാം. ഒരു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വത്തും മുതലിനൊക്കെ വേണ്ടി അടികൂടുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാനും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് ആ ഫാമിലി റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിനും മരണപത്രം അല്ലെങ്കിൽ വിൽപത്രം അല്ലെങ്കിൽ ലാസ്റ്റ് ടെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നത്, വിൽ എഴുതാനായിട്ട് തയ്യാറായിട്ട് വരണം എന്ന് പറയുന്നത്. മാത്രമല്ല UAE ഗവൺമെൻറ്, അബുദാബിയിൽ തന്നെ ADJD, ദുബായ് ഗവൺമെൻറ് എല്ലാം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം ഒരു വിൽപത്രം എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.